നമസ്കാരം. വിപണിയിളക്കിയ പരസ്യം കണ്ട് വാങ്ങിയവരുടെ വീമ്പും കേട്ട് വാങ്ങിയവർക്ക് ഇരുട്ടടിയായി ഇലക്ട്രിക് വാഹനങ്ങൾ. താൽക്കാലിക ലാഭം മോഹിച്ചു വാങ്ങിയ വാഹനങ്ങൾ കടുത്ത ബാധ്യതയായി മാറിയിരിക്കുന്നു. വർദ്ധിച്ചു വരുന്ന പെട്രോൾ ഡീസൽ വിലയിൽ വലിയൊരാശ്വാസമായിട്ടാണ് പലരും ഇലക്ട്രിക് വാഹനങ്ങളെ കണ്ടത്. കൂടാതെ പെട്രോൾ വാഹനങ്ങൾക്കില്ലാത്ത ചില പ്രത്യേകതകളും ഇലക്ട്രിക് വാഹനങ്ങളിലോട്ട് ഉപയോക്താക്കളെ കൊണ്ടെത്തിച്ചിരുന്നു. ഇവയ്ക്കെല്ലാം പുറമെ വർദ്ധിച്ചു വരുന്ന പാരിസ്ഥിതിക ആഘാതങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളുടെ ആകർഷണീയതയും നിർമ്മാണവും എല്ലാം തന്നെ ആളുകളെ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് എത്തിച്ചു. തുടക്കത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ച് ചില ആശങ്കകൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഇതിന് ആവശ്യക്കാർ കൂടി വന്നു. കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 91,000 ഇലക്ട്രിക് വാഹനങ്ങളാണ് ഇന്ത്യയിൽ വിറ്റഴിച്ചത്. എന്നാൽ പാർക്ക് പ്ലസ് നടത്തിയ സർവേ റിപ്പോർട്ടിൽ ഇലക്ട്രിക് വാഹനങ്ങളോടുള്ള താൽപ്പര്യം കുറയുന്നതായി പറയുന്നുണ്ട്. ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലെ വാഹന ഉടമകളിൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ കാരണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഇത്തരം വാഹനങ്ങൾ ചെറിയ യാത്രയ്ക്കാണ് കൂടുതൽ അനുയോജ്യമെന്നാണ്. അതായത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ദൂരയാത്രയ്ക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ പ്രായോഗികമല്ല എന്ന്. രണ്ടാമതായി പറയുന്നത് എന്തെങ്കിലും സാങ്കേതിക തകരാർ വന്നാൽ ഇവ പരിഹരിക്കാൻ സാധാരണ മെക്കാനിക്കുകൾക്ക് സാധിക്കില്ല എന്നതാണ്. കൂടാതെ അറ്റകുറ്റപ്പണികൾക്കായി ഉയർന്ന പണം മുടക്കേണ്ടി വരുന്നു എന്നതും ഉപയോക്താക്കൾക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് വിപണിയിൽ ആവശ്യക്കാർ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ വിൽക്കുന്നതിൽ വലിയ വെല്ലുവിളികൾ ഉടമ നേരിടേണ്ടി വരും. വലിയ മോഡലുകൾക്ക് പോലും സെക്കൻഡ് ഹാൻഡ് വിപണിയിൽ സാധ്യത കുറവാണ്. എന്നാൽ പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് എത്ര കാലം കഴിഞ്ഞാലും ആവശ്യക്കാരുണ്ട്. കൂടാതെ സാധാരണ വാഹനങ്ങളെക്കാൾ 3 ഇരട്ടി വില കൊടുത്ത് വാങ്ങുന്ന ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പലപ്പോഴും പ്രതീക്ഷിച്ച പ്രകടനം ലഭിക്കുന്നില്ലെന്നും ഉടമകൾ പറയുന്നുണ്ട്. ഇവയ്ക്കെല്ലാം പുറമെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളുടെ കുറവും പലപ്പോഴും ഒരാശങ്കയായി ഉപയോക്താക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സ്പെയർ പാർട്സുകളുടെ ഉയർന്ന വിലയും അതിന്റെ ലഭ്യതയിലെ കുറവും മറ്റൊരു പ്രശ്നമാണ്. ഇന്ത്യയിലുടനീളം 20,000-ലധികം ചാർജിംഗ് സ്റ്റേഷനുകൾ ഉണ്ടെങ്കിലും ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നത് ഒരു വലിയ വെല്ലുവിളിയായി തന്നെ തുടരുന്നുണ്ട്. കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ വർഷം സംസ്ഥാനത്താകെ രജിസ്റ്റർ ചെയ്തത് 7,57,114 വാഹനങ്ങളാണ്. അതിൽ 75,650 ഇലക്ട്രിക് വാഹനങ്ങളാണ്. എറണാകുളം, തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട്, കൊല്ലം എന്നീ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തത്. 2022 സംസ്ഥാനത്ത് 39,620 ഇലക്ട്രിക് വാഹനങ്ങളാണ് ആകെ രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ സംസ്ഥാനത്ത് ശ്രദ്ധേയമായ തോതിൽ ഇലക്ട്രിക് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തത് കൊല്ലം ജില്ലയിലാണ്. 2020 ജില്ലയിൽ 370 ഇലക്ട്രിക് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ 2023 വാഹനങ്ങളുടെ എണ്ണം 3,055 വർദ്ധിച്ചു. ചാർജിംഗ് സ്റ്റേഷനുകളുടെ എണ്ണത്തിലുള്ള കുറവ് പലരും ഇത്തരം വാഹനങ്ങളുടെ പോരായ്മയായി സൂചിപ്പിക്കുന്നുണ്ട്. കേരളത്തിലും ചാർജിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം കുറവ് തന്നെയാണ്. എന്തായാലും ഇലക്ട്രിക് വാഹനങ്ങളുടെ പോരായ്മകൾ പരിഹരിക്കപ്പെടുമോ അതോ പെട്രോൾ ഡീസൽ വാഹനങ്ങളിലേക്ക് ഉപയോക്താക്കൾ മടങ്ങിപ്പോകുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.